നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, നടി ആക്രമിച്ച കേസിലെ വിധി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അത്തരം വാർത്തകൾ മാത്രമാണ്. അപ്പോഴവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേക അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത്? ആരെങ്കിലും വീണ്ടും ചോദ്യം ചെയ്തോ അറസ്റ്റ് ചെയ്തോ തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. കാരണം ഈ മാസം 9, 11 തീയതിയിൽ നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു നേരത്തെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം വന്നതോടുകൂടി അതിനെ ഏതാണ്ട് മറയ്ക്കുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാരും സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളെല്ലാവരും തന്നെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ KPCC അധ്യക്ഷനുമൊക്കെയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് വിജയ് മല്യ കൊണ്ടുവന്ന 50 കോടിയുടെ സ്വർണം മോഷണം പോയി എന്നുള്ളതല്ല, 500 കോടിയുടെയെങ്കിലും, അതായത് പുരാവസ്തു മാർക്കറ്റ്, അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിൽ 500 കോടിയുടെയെങ്കിലും സ്വർണ്ണ കച്ചവടം ഈ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കൊണ്ടുപോയി നടത്തിയിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ഉത്തരവാദിത്തോടു കൂടി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ എഴുതി കൊടുത്തിരിക്കുകയാണ്. വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല രമേശ് ചെന്നിത്തല ചെയ്തത്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നുള്ള ഒരു വ്യവസായം തനിക്ക് അറിയാമെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ വേണമെങ്കിൽ ആ വ്യക്തിയെ ഹാജരാക്കാം എന്നുമാണ്. ആ വ്യക്തിക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയും. ഇത് വളരെ സുപ്രധാനമായ നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഒരു വിഷയത്തിൽ പ്രസ്താവന നടത്തുന്നതല്ലാതെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിന് സഹായകരമായ രീതിയിലുള്ള യാതൊരു തെളിവുകളും ആരും ഹാജരാക്കാത്ത സന്ദർഭത്തിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ എന്നല്ല, അത് ശരിക്കും അന്വേഷണത്തിന് സഹായകരമാകുന്ന ഒരു കാര്യം. ഈ ബുധനാഴ്ച 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ അതിന് അർഹമായ പ്രാധാന്യം തന്നെ അന്വേഷണ സംഘം നൽകേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ആ വ്യവസായിയെ കണ്ടെത്തി, കാരണം ഇതിൻ്റെ പിന്നിലെ ഉള്ളുകള്ളികൾ അറിയാവുന്നുള്ള ആ വ്യക്തിയെ കണ്ടെത്തി അതിൻ്റെ വിവരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തന്നെ പ്രമുഖരായ പല നേതാക്കളും കുടുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇവിടെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർക്കും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥന്മാർക്കും എതിരെ മാത്രമല്ല, അതിന് മുകളിലുള്ള ആളുകളുണ്ട്, അവരെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. 1-ാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയുമായി എന്താണ് ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും അദ്ദേഹത്തിന് മൊഴി എടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലും ഉദ്യോഗസ്ഥന്മാരിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അന്വേഷണ സംഘത്തിന് മേൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു സർക്കാരെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. ഒരുപാട് സംശയങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്തിൽ ഇത്രയും ഈ രീതിയിൽ വിളയാടാൻ അവസരം ഒരുക്കി കൊടുത്തത് ആരാണെന്ന്, ശബരിമലയിലെ ഈ ദേവസ്വം ബോർഡ് മാത്രമല്ല, അതിൻ്റെ മുകളിലുള്ള ഉന്നതരുമായുള്ള അയാളുടെ ബന്ധം കൊണ്ട് തന്നെയാണ് അയാൾ ഇതെല്ലാം അവിടെ നടത്തിയത് എന്നുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നു. കൃത്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ബെഞ്ച് ഒരുപാട് കാര്യങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അവയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം അന്വേഷണം നടത്താൻ എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതല്ലെങ്കിൽ നടി ആക്രമിച്ച കേസിൻ്റെയൊക്കെ ഇതിൻ്റെ വിധിയിൽ മുങ്ങി കേരളം ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും ശ്രദ്ധേയമായി മാറാൻ സാധ്യതയുള്ളത് ഈ വാർത്ത തന്നെയാണ്. കാരണം ശബരിമല എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. ലോകത്ത് എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ആരാധകരുള്ള ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ഇത്രയും മോശമായ രീതിയിലാണോ അന്വേഷണം നടക്കുന്നത് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ സർക്കാർ എത്ര തന്നെ സമ്മർദ്ദം ചെലുത്തിയാലും അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവശേഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും തട്ടിപ്പ് ഉടായ്പ നടത്താൻ ശ്രമിച്ചാൽ അത് ഹൈക്കോടതി ഇടപെടുക തന്നെ ചെയ്യും. മാത്രമല്ല, ഒരുപക്ഷെ ഹൈക്കോടതിയും ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വെളിപ്പെടുത്തലെ ട്വിസ്റ്റ്, ഇത് ഹൈക്കോടതിയും കണക്കിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിർബന്ധമായും എന്താണെന്ന് കേൾക്കുകയും ഈ പറഞ്ഞ വ്യവസായിയെ ബന്ധപ്പെട്ട് വിശദാംശങ്ങളെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒരു ശബരിമല സീസൺ നടക്കുന്ന സമയമാണ്. ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടെ നടന്ന ഈ ഒരു ഭീകരമായ സ്വർണ്ണക്കൊള്ള, ഇതിന് ഉത്തരവാദികൾ ആരായാലും അവരിലേക്ക് ശരിക്കും അന്വേഷണം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. താഴെത്തട്ടിൽ മാത്രം നടക്കുന്ന, താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള
ഈ ഒരു നടപടിയിൽ ഉന്നതർക്ക് എത്രയാണ് പങ്ക് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ വേണം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ അദ്ദേഹം തുറന്നുവിട്ടിരിക്കുന്ന ഈ കുളത്തിൽ നിന്ന് പുറത്ത് തുറന്നുവിട്ടിരിക്കുന്ന ഈ ഒരു ഭൂതം ഒരുപക്ഷെ CPM വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.